ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 140. അൽ ബാബു സാലിസു വൽ അഷ്റൂന, 23ാമത്തെ അധ്യായം. അതാണ് നമ്മൾ കിതാബ് തൗഹീദിൽ വായിച്ചത്. ഇനി അതിൻ്റെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൽ പറയുകയാണ്. ബാബു മാ ജാഅ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മത്തി യഅബുദുൽ ഔസാന. ഈ ഉമ്മത്തിലെ, അതായത് മുസ്ലിം ഉമ്മത്തിലെ ചിലർ ബിംബങ്ങളെ ആരാധിക്കുന്നത് സംബന്ധിച്ച്, ബിംബങ്ങളെ ആരാധിക്കുമെന്നത് സംബന്ധിച്ച് വന്ന അധ്യായം. അന്ന ബഅദ ഹാദിഹിൽ ഉമ്മത്തി, ഖൗലുഹു റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ വചനം റഹിമഹുല്ല, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞത്. ബാബു മാജ, വന്നത് സംബന്ധിച്ച്, അതായത് മിനൽ അദില്ലത്തി ഫിൽ കിതാബി വസുന്നത്തി, അൽ കിതാബിൽ അതായത് വിശുദ്ധ ഖുർആനിലും അസുന്നത്ത്, സുന്നത്ത് നബിചര്യയിലും വന്നിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ സംബന്ധിച്ച് എന്നതാണ്. അന്ന ബഅദ ഹാദിഹിൽ ഉമ്മത്തി, നിശ്ചയം ഈ ഉമ്മത്തിലെ ചില, യാനി ഉദ്ദേശിക്കുന്നത് വലൈസ കുല്ലഹ, അവരെല്ലാമല്ല, അതായത് ഉമ്മത്തിൽ എല്ലാവരും കൂടി ബിംബാരാധകരാകും എന്നല്ല, ചിലർ ബിംബാരാധന നടത്തുമെന്നതാണ്. ഫൽ ഉമ്മത്തു ലാ തജ്തമിഉ അലാ ളലാലത്തിൻ, അപ്പോൾ ഉമ്മത്ത് മൊത്തത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മൊത്തം വഴികേടിൽ ഒരുമിക്കുകയില്ല. വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതി. ബൽ യബ്ഖാ ഫിഹാ മൻ യത്ബുതു അലൽ ഹഖ്, പക്ഷേ ഉമ്മത്തിൽ അവശേഷിക്കും, യബ്ഖാ എന്ന് പറഞ്ഞാൽ ബാക്കിയാകും, ഫിഹ അതിൽ ഉമ്മത്തിൽ, മൻ യത്ബുതു സ്ഥിരപ്പെടുന്നവർ, അലൽ ഹഖ് സത്യത്തിന്മേൽ ധൈര്യതയോടുകൂടി സ്ഥിരപ്പെട്ട് നിൽക്കുന്നവർ, ഉറച്ചു നിൽക്കുന്നവർ ബാക്കിയാകും, അവശേഷിക്കും, ഉറച്ച ആൾക്കാർ. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് മൻസൂറത്തൻ ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. ലാ തസാലു, തുടർന്നുകൊണ്ടേയിരിക്കും, ത്വായിഫത്തും മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ, എൻ്റെ സമുദായത്തിലെ ഒരു വിഭാഗം, അലൽ ഹഖ് സത്യത്തിന്മേലായി തുടർന്നുകൊണ്ടേയിരിക്കും, മൻസൂറത്തൻ സഹായിക്കപ്പെടുന്നവരായി, ലാ യദുർറുഹും അവർക്ക് പ്രശ്നമാവൂല, മൻ ഖദലഹും അവരെ അവഗണിച്ചവർ, അതായത് അവരെ പരിഗണിക്കാത്തവർ, അത് അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയവർ, അത് അവർക്ക് പ്രശ്നമാകൂല. അതേപോലെ വലാ മൻ ഖാലഫഹും, അവർക്ക് എതിര് നിന്നവരും, ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെ, അതായത് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ. ഫഹാദിഹിൽ ഉമ്മത്തു ലാ തദുല്ലു കുല്ലുഹ, അപ്പോൾ ഈ ഉമ്മത്ത് മുഴുവനായിട്ട് മൊത്തത്തിലായിട്ട് വഴികേടിലാവുകയില്ല. വൈന്നമാ യദുല്ലുൽ കസീറു, അധികം ആളുകൾ ആവും. വലകിൻ യബ്ഖാ മിൻ ഹാദിഹിൽ ഉമ്മത്തി, പക്ഷേ ഈ ഉമ്മത്തിൽ അവശേഷിക്കും, മൻ യസ്ബുതു അലൽ ഹഖ്, ഹഖ് സത്യത്തിൽ അവശേഷിക്കുന്നവർ, സത്യത്തിന്മേൽ അവശേഷിക്കുന്നവർ, സത്യമാർഗത്തിൽ അവശേഷിക്കുന്നവർ, ഇല അൻ തഖൂമ അസ്സാഹ്, അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ. ഫഹാദാ മിൻ ഫദ്ലില്ലാഹി വറഹ്മത്തിഹി, ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും റഹ്മത്ത് അനുഗ്രഹത്തിലും പെട്ടതാകുന്നു എന്ന്. യഅബുദുൽ ഔസാന എന്ന് പറഞ്ഞു, അതായത് യുശ്രികു ബില്ലാഹി അസ്സ വജൽ, അള്ളാഹു അസ്സ വജലിന് ഷിർക്ക് ചെയ്യുമെന്ന്, ബിംബങ്ങളെ ആരാധിക്കുമെന്ന് എന്ന് പറഞ്ഞ ആശയം. വൽ ഔസാൻ, ഔസാൻ എന്ന് പറഞ്ഞാൽ കമാ സബഖ, മുമ്പ് പറഞ്ഞതുപോലെ, ജംഉ വസനിൻ, വസൻ എന്നതിൻ്റെ ബഹുവചനമാണ് വസൻ. വൽ മുറാദ് ബിഹി, അതുകൊണ്ടുള്ള ഉദ്ദേശം കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന എന്തുണ്ടോ അതെല്ലാമാണ്. മിൻ സ്വനമിൻ, വിഗ്രഹമാണെങ്കിലും, സ്വനം എന്ന് പറഞ്ഞാലും വസൻ എന്ന് പറഞ്ഞാലും രണ്ടും വാക്കർത്ഥം ബിംബം എന്ന് പറയാറുണ്ട്. ഔ ഖബറിൻ, അല്ലെങ്കിൽ ഖബർ ആണെങ്കിലും, ഔ ഹജറിൻ, അല്ലെങ്കിൽ കല്ലാണെങ്കിലും ശിലയാണെങ്കിലും, ഔ ഷജറിൻ, അല്ലെങ്കിൽ മരമാണെങ്കിലും, ഔ ജിന്നാണെങ്കിലും, ഔ ഇൻസിൻ, അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിലും, കുല്ലു യസമ്മ വസനൻ, ഇതൊക്കെ വസൻ എന്ന് പറയും, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതൊക്കെ. ഫൽ വസനു കുല്ലുമാ ഉബിദ മിൻ ദൂനില്ലാഹ്, അപ്പോൾ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നത് എല്ലാമാണ് വസൻ. മഅഖൂദും മിൻ വസന ബിൽ മക്കാൻ,
ഇതാ സബത വ ബഖിയ ഫീഹി, ഒരു സ്ഥലത്ത് സ്ഥിരപ്പെട്ടാൽ അവിടെ അവശേഷിച്ചാൽ അതിന് വസന എന്ന് പറയും. വസന ബിൽ മക്കാൻ, അതിൽ നിന്നെടുത്തതാണ് വസൻ എന്ന വാക്ക്. പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കും. ഈ തർജമ, ഈ ടൈറ്റിൽ കൊടുത്തതിലൂടെ ഷെയ്ഖ് അവരുടെ റഹ്മഹുല്ല ഉദ്ദേശ്യം അർറദ്ദു അലാ മൻ സഅമ അന്നഹു ലാ യഖഉ ഫീ ഹാദിഹിൽ ഉമ്മത്തി ശിർക്ക്, ഈ ഉമ്മത്തിൽ ഷിർക്ക് സംഭവിക്കുകയില്ല എന്ന് വാദിച്ചവർക്കുള്ള ഖണ്ഡനമാണ്. വഹും അവരാരാണ്? ഉബ്ബാദുൽ ഖുബൂർ, ഖബർ ആരാധകരാണ്. യഖൂലൂൻ അവർ പറയുന്നു ഹാദല്ലദീ നഅമലുഹു ലൈസ ബിശിർക്ക്, ഞങ്ങൾ ഈ ചെയ്യുന്നത് ഷിർക്കല്ല. അവർ മരിച്ചുപോയ മഹാന്മാരോട് എന്ന് പറഞ്ഞിട്ട് ഖബറാളികളോട് തേടുന്നുണ്ട്, മരിച്ചുപോയവരോട് സ്വർഗപ്രവേശനം നരകമോചനം വരെ തേടുന്നു. ലിഅന്ന ഹാദിഹിൽ ഉമ്മത്തി, കാരണം ഈ ഉമ്മത്ത് ലാ യഖഉ ഫീഹാ ഷിർക്ക്, അത് ഷിർക്ക് സംഭവിക്കില്ല. ഇതാണ് അവരുടെ വാദം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതൊന്നും ഷിർക്കല്ല എന്നാണ് അവരുടെ വാദം. വഇന്നമാ ഹുവ മിൻ ബാബി തവസ്സുലി ബിസ്വാലിഹിൻ, ഞങ്ങൾ സ്വാലിഹീങ്ങളെ കൊണ്ട് തവസ്സുൽ എടുക്കുക, അവർ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് എന്നൊക്കെ പറയും. ഔ മഹബ്ബത്തി സ്വാലിഹീൻ, അല്ലെങ്കിൽ ഞങ്ങൾ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, സ്വാലിഹീങ്ങളോടുള്ള സ്നേഹപ്രകടനമാണിത്. ഔ മാഷ്ബഹ ദാലിക്, അല്ലെങ്കിൽ അതോട് സദൃശമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയും. മിനൽ അഅ്ദാരിൽ ബാരിദ, അതായത് ബാലിശമായിട്ടുള്ള ന്യായീകരണങ്ങളിൽ നിന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്നതൊക്കെ ബാലിശമായിട്ടുള്ള ന്യായീകരണങ്ങൾ, ജസ്റ്റിഫിക്കേഷൻസ് ആണ്. വഹാദിഹി മഖാലത്തുൽ മുശ്രിക്കീനൽ അവ്വലീന, ഇതാണ് ആദ്യകാലത്തെ മുശ്രിക്കുകളുടെ വാക്കും. അവരും ഇങ്ങനെ തന്നെ പറയുന്നത്. അവരെന്താ പറയുന്നത്? ഖുർആൻ അത് എടുത്തുദ്ധരിക്കുന്നുണ്ട്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ സാമീപ്യം, അടുപ്പം, ഖുർബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. അപ്പോൾ വലിയ പടച്ചവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്, വലിയ ദൈവം അള്ളാഹുവാണ്. പക്ഷേ ആ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബിംബങ്ങളെ ഇബാദത്ത് ചെയ്യുന്നത്, ആരാധിക്കുന്നത് എന്നതായിരുന്നു അവരുടെ വാദം. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, വയഅ്ബുദൂന അവർ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നു, ആരാധിക്കുകയും ചെയ്യുന്നു, മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ, മാ ലാ യദുർറുഹും അവർക്കൊരു ഉപദ്രവവും ചെയ്യാത്തതിന്, വലാ യൻഫഉഹും അവർക്കൊരു ഉപകാരവും ചെയ്യാത്തതിന്, അല്ലെങ്കിൽ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്തതിനെ. വയഖൂലൂന എന്നിട്ട് അവർ പറയുന്നു ഹൗലാഇ കൂട്ട ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാനുള്ള ആൾക്കാരാണ് ഇവർ എന്ന്. ലാക്കിൻ ഹൗലായി, പക്ഷേ ഈ കൂട്ടർ വൽഇയാദു ബില്ലാഹ്, അള്ളാഹു ശരണം, യഖ്റഊനൽ ഖുർആന, അവർ ഖുർആൻ പാരായണം ചെയ്യുന്നു, വലാ യഫ്ഹമൂന മഅനാ, അതിൻ്റെ ആശയം അവർ വലാ യഫ്ഖഹൂന മഅനാ, അതിൻ്റെ ആശയം അവർ ഗ്രഹിക്കുന്നില്ല. ഔ യഅരിഫൂന മഅനാ, അല്ലെങ്കിൽ അവർ അതിൻ്റെ ആശയം മനസ്സിലാക്കുന്നില്ല. വയുവാരിതൂന, അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു. വയുകാബിറൂന തബഅൻ ലിഹവാഹും, അതേ അവർ അഹങ്കരിക്കുന്നു, അഹങ്കാരം നടിക്കുന്നു അവരുടെ ദേഹേച്ഛകൾ പിൻപറ്റിക്കൊണ്ട് എന്ന്.